നമസ്കാരം, ഞാൻ ഷൈനീസസ്. പ്രതിവാര കായിക വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പോയ വാരത്തെ പ്രധാന കായിക വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തോമസ് കപ്പ് ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ വെങ്കലം നേടി ഇന്ത്യ. ഇന്ത്യൻ ടീമിൽ അഭിമാനമായി 3 മലയാളികളും. കേരള ജിംനാസ്റ്റിക്സിന് അഭിമാനമായി അമാനി ദിൽഷാദ്. നാഷണൽ ആർട്ടിസ്റ്റിക് ജിംനാസ്റ്റിക് ചാമ്പ്യൻഷിപ്പിൽ വെങ്കല മെഡൽ. കപ്പടിക്കാൻ ഇന്ത്യൻ വനിതകൾ. 2020 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. ഇന്ത്യയെ നയിക്കാൻ ഹർമൻപ്രീത് കൗർ. വാർത്തകൾ വിശദമായി. തോമസ് കപ്പ് ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ വെങ്കലം നേടി ഇന്ത്യ. ആവേശകരമായ സെമി പോരാട്ടത്തിൽ ഫ്രാൻസിനോടാണ് ഇന്ത്യ പരാജയപ്പെട്ടത്. 3 മലയാളികളാണ് വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ ടീമിൽ ഉണ്ടായിരുന്നത്. തോമസ് കപ്പ് ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ സെമി ഫൈനലിൽ ഫ്രാൻസിനോട് പരാജയപ്പെട്ട് ഇന്ത്യക്ക് വെങ്കലത്തോടെ മടക്കം. ആവേശകരമായ പോരാട്ടത്തിൽ എതിരില്ലാത്ത 3 സെറ്റുകൾക്കാണ് ഫ്രാൻസ് ഇന്ത്യയെ പരാജയപ്പെടുത്തിയത്. ഇതോടെ 2022 നേടിയ കിരീടം തിരിച്ചുപിടിക്കാമെന്ന ഇന്ത്യയുടെ മോഹം സെമി ഫൈനലിൽ അവസാനിച്ചു. ഈ സീസണിൽ വെങ്കല മെഡലുമായി ഇന്ത്യക്ക് മടങ്ങേണ്ടി വന്നു. മത്സരം തുടങ്ങുന്നതിന് മുൻപേ ഏറ്റ തിരിച്ചടിയാണ് ഇന്ത്യയുടെ പതനത്തിന് പ്രധാന കാരണം. ക്വാർട്ടർ ഫൈനലിൽ ചൈനീസ് തായ്പേയ്ക്കെതിരായ വിജയത്തിനിടെ കൈമുട്ടിന് പരിക്കേറ്റ് ഇന്ത്യയുടെ മുൻനിര താരം ലക്ഷ്യ സെൻ സെമിയിൽ കളിച്ചിരുന്നില്ല. ടീമിന്റെ കുന്തമുനയായ ലക്ഷ്യയുടെ അഭാവത്തിൽ ഫ്രഞ്ച് താരങ്ങളുടെ ആക്രമണ ശൈലിയെ പ്രതിരോധിക്കാൻ ഇന്ത്യൻ താരങ്ങൾക്ക് സാധിച്ചില്ല. ആദ്യ സിംഗിൾസിൽ ആയുഷ് ഷെട്ടി ലോക 4ാം നമ്പർ താരം ക്രിസ്റ്റോ പോപ്പോവിനോട് പരാജയപ്പെട്ടു. തുടക്കം മുതൽ ആധിപത്യം പുലർത്തിയ പോപ്പോവ് 21-11, 21-9 എന്ന സ്കോറിനാണ് ആയുഷിനെ മറികടന്നത്. രണ്ടാം മത്സരത്തിൽ പരിചയസമ്പന്നനായ കിഡംബി ശ്രീകാന്ത് അലക്സ് ലാനിയറെ നേരിട്ടെങ്കിലും നേരിട്ടുള്ള ഗെയിമുകൾക്ക് കീഴടങ്ങി. ഇതോടെ 2-0 എന്ന നിലയിൽ ഫ്രാൻസ് വിജയം ഉറപ്പിച്ചു. നിർണായകമായ 3ാം മത്സരത്തിൽ എച്ച്.എസ്. പ്രണോയ്ക്ക് പോപ്പോവിന് തടയാനായില്ല. ആദ്യ ഗെയിമിൽ 19-1 പ്രണോയ് മുന്നിട്ട് നിന്നെങ്കിലും അവസാന നിമിഷം ഫ്രഞ്ച് താരം കളി തിരിച്ചുപിടിച്ചു. രണ്ടാം ഗെയിമിൽ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുത്ത പോപ്പോവ് 21-16 വിജയിച്ചതോടെ ഫ്രാൻസ് ഫൈനൽ ബെർത്ത് ഉറപ്പിച്ചു. ക്വാർട്ടറിൽ ചൈനീസ് തായ്പേ 3-0 തോൽപ്പിച്ചായിരുന്നു ഇന്ത്യ സെമിയിൽ എത്തിയത്. അതേസമയം ടീമിലെ മലയാളി സാന്നിധ്യവും അഭിമാനം പകരുന്നതാണ്. എച്ച്.എസ്. പ്രണോയ്, കിരൺ ജോർജ്, എം.ആർ. അർജുൻ എന്നിവരാണ് വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ ടീമിലെ മലയാളികൾ. കേരള ജിംനാസ്റ്റിക്സിന് അഭിമാന നിമിഷം. നാഷണൽ ആർട്ടിസ്റ്റിക് ജിംനാസ്റ്റിക് ചാമ്പ്യൻഷിപ്പിൽ വെങ്കല മെഡൽ നേടി അമാനി ദിൽഷാദ്. ഒഡീഷയിൽ നടന്ന ജൂനിയർ ആൻഡ് സീനിയർ നാഷണൽ ആർട്ടിസ്റ്റിക് ജിംനാസ്റ്റിക് ചാമ്പ്യൻഷിപ്പിൽ അൺഈവൻ ബാർസിൽ വെങ്കല മെഡൽ നേടി അമാനി ദിൽഷാദ്. 10.533 എന്ന സ്കോറിനാണ് അമാനിയുടെ നേട്ടം. ജിംനാസ്റ്റിക്സിനോടുള്ള സമർപ്പണവും കരുത്തും മനോഹരമായ പ്രകടനവും പുറത്തെടുത്ത അമാനി കേരളത്തിലേക്ക് നിരവധി മെഡലുകളും ഒപ്പം അഭിമാനവും കൊണ്ടുവന്നിട്ടുണ്ട്. ഈ വിജയം രൂപപ്പെടുത്തുന്നതിൽ മാർഗനിർദ്ദേശത്തിനും പ്രതിബദ്ധതയ്ക്കും തുടർച്ചയായ പിന്തുണയ്ക്കും ഒപ്പം ഉണ്ടായിരുന്നത് പരിശീലകൻ അരുൺ കുമാർ ജയനാണ്. ദേശീയ ഗെയിംസ് ആർട്ടിസ്റ്റിക് ജിംനാസ്റ്റിക്സിൽ കേരളത്തിനായി മെഡൽ നേടിയ കണ്ണൂർ മാടായ സ്വദേശിനിയാണ് അമാനി ദിൽഷാദ്. ദേശീയ ചാമ്പ്യൻഷിപ്പുകളിൽ വെള്ളി മെഡലും സംസ്ഥാന തലത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പും കരസ്ഥമാക്കിയിട്ടുണ്ട്. 2026 ഗുജറാത്തിൽ നടന്ന ദേശീയ ചാമ്പ്യൻഷിപ്പിൽ ഓൾറൗണ്ട് വിഭാഗത്തിലും അമാനി വെള്ളി മെഡൽ കരസ്ഥമാക്കിയിരുന്നു. ദുബായ് ഇന്റർ ഗൾഫ് ചാമ്പ്യൻഷിപ്പ്, ദോഹ മീറ്റ്, അർമേനിയൻ ഓപ്പൺ ചാമ്പ്യൻഷിപ്പ് തുടങ്ങി നിരവധി അന്താരാഷ്ട്ര മത്സരങ്ങളിലും അമാനി ദിൽഷാദ് മെഡലുകൾ നേടിയിട്ടുണ്ട്. കേരളത്തിൽ വനിതാ ജിംനാസ്റ്റിക്സ് രംഗത്തെ ലേഡി സൂപ്പർ സ്റ്റാർ എന്നാണ് അമാനി അറിയപ്പെടുന്നത്. വനിതാ 2020 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. വനിതാ ഏകദിന ലോകകപ്പ് ചാമ്പ്യന്മാരെന്ന പക്കിറ്റുമായി ഇറങ്ങുന്ന ഇന്ത്യയെ ഹർമൻപ്രീത് കൗർ നയിക്കും. ഇംഗ്ലണ്ടും വെയിൽസും വേദിയാകുന്ന വനിതാ 2020 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. വനിതാ ഏകദിന ലോകകപ്പ് ചാമ്പ്യന്മാരെന്ന പകിറ്റുമായി 2020 ലോക കിരീടം തേടിയിറങ്ങുന്ന ടീം ഇന്ത്യയെ ഹർമൻപ്രീത് കൗർ തന്നെയാണ് നയിക്കുന്നത്. സ്മൃതി മന്ദനയാണ് വൈസ് ക്യാപ്റ്റൻ. അതേസമയം 15-അംഗ ടീമിൽ മലയാളി താരങ്ങൾ ആരുമില്ല. ജമീമ റോഡ്രിഗസ്, ഷെഫാലി വർമ്മ, റിച്ച ഘോഷ്, ദീപ്തി ശർമ്മ തുടങ്ങിയ സൂപ്പർ താരങ്ങൾ ടീമിലുണ്ട്. പരിക്കിൽ നിന്ന് മോചിതയായി എത്തിയ യാസ്തിക ഭാട്ടിയെ റിച്ചിക്കൊപ്പം വിക്കറ്റ് കീപ്പർ ബാറ്ററായി ടീമിൽ ഉൾപ്പെടുത്തി. പരിക്കേറ്റ ഓൾറൗണ്ടർമാരായ അമൻജോത് കൗർ, കാശി ഗൗതം എന്നിവരുടെ അസാന്നിധ്യമാണ് ടീമിന് തിരിച്ചടി. അമൻജോത് കൗറിന് പകരം ഭാരതി ഫുൽമാലി ടീമിലെത്തി. ആഭ്യന്തര ക്രിക്കറ്റിലും വനിതാ പ്രീമിയർ ലീഗിലും മിന്നും പ്രകടനം പുറത്തെടുത്ത പേസർ നന്ദിനി ശർമ്മയ്ക്കും ആദ്യമായി ദേശീയ ടീമിലേക്ക് വിളിയെത്തി. ഹർലിൻ ഡിയോൾ, സ്നേഹ റാണ എന്നിവയെ പരിഗണിച്ചില്ല. ഇരുവരെയും ലോർഡ്സിൽ നടക്കുന്ന ഇംഗ്ലണ്ടിനെതിരായ ഏക ടെസ്റ്റ് മത്സരത്തിനുള്ള ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലോകകപ്പിന് മുമ്പായി ഇംഗ്ലണ്ടിനെതിരെ നടക്കുന്ന 3 മത്സരങ്ങൾ ഉൾപ്പെട്ട 2020 പരമ്പരയിലും ലോകകപ്പിനെ തിരഞ്ഞെടുത്ത ടീം തന്നെ ഇന്ത്യയ്ക്കായി കളിക്കും. ജൂൺ 12 മുതൽ ജൂലൈ 5 വരെയാണ് ഇംഗ്ലണ്ടിലും വെയിൽസിലുമായി വനിതാ 2020 ലോകകപ്പ് നടക്കുന്നത്. ചരിത്രത്തിൽ ആദ്യമായി ഇത്തവണ വനിതാ 2020 ലോകകപ്പിൽ 12 ടീമുകൾ പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിലെ ആദ്യ വനിതാ കബഡി ലീഗ് മെയ് 20 മുതൽ 22 വരെ നടക്കും. ഇതിനു മുന്നോടിയായുള്ള താരങ്ങളുടെ ലേലം കൊല്ലം ഈസ്റ്റേൺ സ്പോർട്സ് സിറ്റിയിൽ വെച്ച് നടന്നു. സംസ്ഥാനത്ത് ആദ്യമായി വനിതാ കബഡി ലീഗ് സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് കേരള സംസ്ഥാന കബഡി ടെക്നിക്കൽ കമ്മിറ്റി. മെയ് 20 മുതൽ 22 വരെ കൊല്ലം പുത്തൻകുളം ഈസ്റ്റേൺ സ്പോർട്സ് സിറ്റിയിൽ വെച്ചാണ് മത്സരം നടക്കുന്നത്. ഇതിനു മുന്നോടിയായി ഈസ്റ്റേൺ സ്പോർട്സ് സിറ്റിയിൽ വെച്ച് ഏപ്രിൽ 30 കളിക്കാരുടെ ലേലം നടന്നു. നമ്മുടെ ലേലം ആരംഭിക്കുകയാണ്. ഓപ്ഷൻസ് ആരംഭിക്കുകയാണ്. 140-ലധികം വരുന്ന പ്ലേയേഴ്സിന്റെ ഓപ്ഷൻസ് ആരംഭിക്കുന്നു. കിങ്ഡം ഓഫ് കൊച്ചിൻ 600,
കൊല്ലം 700, കോഴിക്കോട് 800, കൊച്ചിൻ 900, കൊല്ലം 1000, പാലക്കാട് 1100, കോഴിക്കോട് 1200, കൊച്ചിൻ 1300, കോഴിക്കോട് 1400, കോട്ടയം 1500, 1700, 1900, 2100, കൊച്ചിൻ, കോഴിക്കോട് 2300, 2500, 2700, കൊച്ചിൻ 2900, 3100, 3300, 3500. റാപ്റ്റേഴ്സ് കൊച്ചിൻ കരസ്ഥമാക്കിയിരിക്കുന്നു നാഷണൽ താരം ആതിര CK. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നുള്ള 120-ലധികം വനിതാ താരങ്ങൾ ലീഗിനെ രജിസ്റ്റർ ചെയ്തിരുന്നു. ഇതിൽ നിന്നും ലേലത്തിലൂടെ താരങ്ങളെ 6 ടീമുകളും സ്വന്തമാക്കി. ടീം യോക്ക കാസർഗോഡ്, ഫോർട്ട് വാരിയേഴ്സ് പാലക്കാട്, റോയൽ ഫൈറ്റേഴ്സ് കോഴിക്കോട്, പിങ്ക് വാരിയേഴ്സ് കൊല്ലം, റാപ്റ്റേഴ്സ് കിങ്ഡം ഓഫ് കൊച്ചിൻ, കോബ്ര ക്വീൻസ് കോട്ടയം എന്നീ 6 ഫ്രാഞ്ചൈസികളാണ് ഓരോ ഐക്കൺ പ്ലെയർ ഉൾപ്പെടെ ടീമിന് ആവശ്യമായ കളിക്കാരെ തിരഞ്ഞെടുത്തത്. മെയ് 20 മുതൽ 22 വരെ നടക്കുന്ന മത്സരങ്ങളുടെയും തത്സമയ സംപ്രേഷണം കേരള ഒളിമ്പിക് അസോസിയേഷന്റെ ഔദ്യോഗിക യൂട്യൂബ് ചാനലായ കേരള ഒളിമ്പിക്കിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഇനി സ്പോർട്സ് ഇൻ ഷോർട്സിലേക്ക് പോകാം. ഇന്ത്യൻ സീനിയർ പുരുഷ ദേശീയ ബാസ്കറ്റ്ബോൾ ടീമിന്റെ ദേശീയ കോച്ചിംഗ് ക്യാമ്പിലേക്ക് സെലക്ഷൻ നേടി കേരളത്തിൽ നിന്നുള്ള താരം ജിൻസ് ജോബി. RSU സ്റ്റാർട്ടിംഗ് 5 ബാസ്കറ്റ്ബോൾ അക്കാദമിയിൽ നിന്നുള്ള താരമാണ് ജിൻസ്. ബാസ്കറ്റ്ബോൾ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ സംഘടിപ്പിക്കുന്ന ദേശീയ ക്യാമ്പ് 2027 ഫിബ ബാസ്കറ്റ്ബോൾ ലോകകപ്പിനുള്ള തയ്യാറെടുപ്പിനായി 2026 മെയ് 1 മുതൽ 31 വരെ ബംഗളൂരിലെ ലഷ്യൻ അക്കാദമി ഓഫ് സ്പോർട്സിലാണ് നടക്കുന്നത്. കേരള ഹാൻഡ്ബോൾ അസോസിയേഷൻ റഫറി കോച്ച് ക്ലിനിക് സംഘടിപ്പിക്കുന്നു. മെയ് 9, 10 തീയതികളിലാണ് പരിപാടി. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഗാന്ധിനഗറിലെ പ്രശസ്ത ഹാൻഡ്ബോൾ കോച്ചായ ഡോക്ടർ ബിനോയ് DS ക്ലാസ് എടുക്കും. എറണാകുളം കടവന്ത്രയിലെ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് 2 ദിവസത്തെ റഫറി കോച്ച് ക്ലിനിക് സംഘടിപ്പിക്കുന്നത്. www.keralahandballassociation.com എന്ന വെബ്സൈറ്റ് മുഖേന രജിസ്റ്റർ ചെയ്തവർക്ക് പങ്കെടുക്കാം. ഇന്ത്യൻ സീനിയർ റഗ്ബി ക്യാമ്പിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി താരങ്ങൾ ആതിര KP, പ്രിയങ്ക R, അനീറ്റ CB എന്നിവരാണ് സെലക്ഷൻ നേടിയത്. 2026 മെയ് 16 മുതൽ 17 വരെ ഉസ്ബെക്കിസ്ഥാനിലെ താഷ്കെൻഡിൽ വെച്ചുള്ള സെൻട്രൽ ആൻഡ് സൗത്ത് ഏഷ്യ സെവൻസിലേക്കുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായി മെയ് 1 മുതൽ 14 വരെ കൊൽക്കത്തയിലുള്ള സായ് നേതാജി സുഭാഷ് ഈസ്റ്റേൺ സെന്ററിലാണ് ദേശീയ പരിശീലന ക്യാമ്പ് നടത്തുന്നത്. പുത്തൻ കായിക വാർത്തകളുമായി വീണ്ടും കാണും വരെ നമസ്കാരം.